ആ തടിമണ്ണെ കൂടി ഇതിനകത്തേറ്റ പോകണം. പതുക്കെ പറയടോ. റിട്ടയർഡ് IT ശാന്തസുന്ദര സാറാ അത്. എന്താ രുദ്രൻപിള്ള ഒരു ആഹ്ലാദം? 2 പിടിയിട്ടാ പുള്ളികളെ പിടിച്ചു സാർ. ആര്? ഈ ഞാൻ തന്നെ. എവിടെ? ജീപ്പിലുണ്ട് സാർ. പാട്ട് നിർത്തടോ. കോളനിയിലെ സ്ഥിരം മോഷ്ടാക്കളാ. ഹലോ. വെരി ഗുഡ്. ഇനി രുദ്രൻപിള്ളക്ക് പ്രമോഷൻ ഉറപ്പാ. വേണോന്ന് വെച്ചാൽ ഈ രുദ്രൻപിള്ള ഏത് അധോലോക നായകനെയും പിടിക്കാൻ സാർ. പിന്നെന്താ വേണമെന്ന് വെക്കാത്തെ? ജാതകവശാൽ കർമ്മണ്യേ വാധികാരസ്ഥേ മാഫലേഷു കഥാരചനേന്ന വിനാശകാലേ വിപരീത ബുദ്ധി. എന്റെ ഒരു പ്രമോഷൻ തടഞ്ഞ ആനയായത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് അതൊന്നും ആലോചിച്ച പിടിയിട്ടില്ല എന്റെ സാറേ. അനുഭവത്തിൽ വരും. കേറി പോകാം. ഇതോടോ ചിരിക്കുന്നേ? വെറുതെ അല്ലോട് തനിക്ക് പ്രമോഷൻ കിട്ടാതെ. വണ്ടി കയറോ. ഹോസ്പിറ്റലിലേക്കാ? അല്ല, നിന്റെ അമ്മായിയപ്പന്റെ നെഞ്ചത്തോട്ട്. പ്രതികളായ സത്യരാജും ധർമ്മരാജും കുറ്റവാളികളാണെന്ന് ഈ കോടതിക്ക് പൂർണ്ണ ബോധ്യം വന്നതിനാൽ പ്രതികളെ 6 മാസത്തെ കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത കോൺസ്റ്റബിൾ രുദ്രൻപിള്ള ഈ കോടതിയുടെ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. എല്ലാരും കൂടെ എങ്ങോട്ടാ? ജയിലിലേക്ക്. വേണ്ട വേണ്ട, ആരും വരണ്ട. കോടതി പറഞ്ഞ കേട്ടില്ലേ? ആപൽക്കരമായ ഏറ്റുമുട്ടലിലൂടെ ഒറ്റയ്ക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കോടതി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവരെ സുരക്ഷിതരായി ജയിലിലെത്തിക്കുവാനും ഈ രുദ്രൻപിള്ളയ്ക്ക് കഴിയും. 2 കള്ളന്മാരെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം കൊണ്ടുപോകുന്ന റിസ്ക് ആണ്. ആ റിസ്കിന്റെ ക്രെഡിറ്റ് കൂടി എനിക്കിരിക്കട്ടെ. ആരും എന്നെ തടയരുത്. ജെപി കയറ. നീ മുൻ സീറ്റ്. ഓ, അപ്പൊ ഞാനോ? നീ കയറ. പോട്ടെ. ഇങ്ങോട്ട് ഇറങ്ങ. എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങാൻ? എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങടോ. എന്താ കാര്യം പറ. അതൊക്കെ ഇറങ്ങിയിട്ട് പറയാം. എനിക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. താക്കോലിങ്ങനെ. താക്കോലും തരത്തില്ല. താക്കോലിങ്ങനെ. അത് പറ്റത്തില്ല. താക്കോലി തടോ. ഈ ജീപ്പ് എന്റെ സ്വന്തം വകയല്ലോ, ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ. അതാർക്കും ഓടിക്കാം. പിന്നെ ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് വല്ല കൊലപാതകമോ ബലാത്സംഗമോ മോഷണമോ നല്ലതോ നടന്നാലേ എല്ലാം പെൻഡിങ് വെച്ചേരെ. ഞാൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രമോഷൻ കിട്ടണേ പണി കിടക്കണോടോ. നടക്കുന്ന തോപ്പിയും വെച്ച് പോലീസ് എന്നും പറഞ്ഞു കള്ളന്മാരെ കൊണ്ട് പറയിച്ചു. ആദ്യമായി 2 എലുമ്പന്മാരെ കൈ കിട്ടിയ അഹംഭാവ കിളവന്. കൈ കിട്ടിയത് വീരപ്പൻ എന്നാ വിചാരം. സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മാണിക്കാത്ത ഡ്രൈവർ കയറിയതാ. അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പം ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങള് ജയിലിലെത്തിച്ചില്ല കണ്ടല്ല. വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങളറിയും. ജീപ്പ് ഓടിച്ചിട്ട് കുറെ കാലമായി. ഇതിനുമ്പ് പ്ലെയിൻ പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ് അതെന്തുവാ? അതായത് വണ്ടിയുടെ പാർട്ട് ഓഫ് ദ ഹാർട്ട് പറഞ്ഞു മനസ്സിലാക്കി തരാം. അതായത് കാർബറേറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി എന്നല്ല തീവണ്ടി പോലും റോട്ടി കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയൊന്നും അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തില് ഈ തോർത്തിങ്ങനെ ഇട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് ആക്കി ചൂടപ്പം പോലെ വിളിക്കുന്ന ഞങ്ങൾക്ക് പുല്ല് വർത്തമാനം പറഞ്ഞു നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിലേ എന്റെ പണി പോകും, എന്റെ പ്രമോഷൻ പോകൂടാ. അയ്യോ, സാറിന്റെ പ്രമോഷൻ പോകും. ഇതാ പറയുന്നത്. ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നുവന്ന് ഇട്ടവൻ തന്നെ അഴിക്കുന്നു. ആവശ്യമില്ലാത്തവരുടെ സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചാണ്. പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. എന്താ വണ്ടിയുടെ സ്പീക്കർ കാണാനല്ല? എന്റെ ഈശ്വര, എന്റെ സാറ് സ്പീക്കറിലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കർ ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? തലകത്തിട്ട് നമുക്കൊന്ന് തള്ളി നോക്കാം. താക്കോല്ലേ സാറോടെ ഞാൻ തള്ളാം. നീ എന്നെ എങ്ങനെ ഇരുത്തണ്ട. എന്നാ ഞാനിരിക്കാം. സാറ് തള്ളു. സാർ തള്ളരുത്. ഞാൻ തള്ളും. തള്ളു. തള്ളരുതെന്നോ? പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ജീപ്പും തള്ളണം,
തള്ളി തള്ളി കണ്ണു തള്ളി. ഫുട്ബോളിൽ കാല് വെച്ച് തള്ളു. കാല് വെച്ചല്ലോ. ആ സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ളു. ആ കേറിക്കോ. കേറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അയ്യോ എന്റെ പ്രമോഷൻ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? നാണമില്ലല്ലോ തനിക്കൊക്കെ പോലീസ് എന്ന് പറഞ്ഞ് നടക്കാൻ. ലാത്തിയും പോയി, തൊപ്പിയും പോയി, കൈ കിട്ടിയ പ്രതിയും പോയി. അസല് ജീപ്പും പോയി സർ. Shut your bloody mouth. ഓരോ ഫൂളിഷ്നസ് കാണിച്ചു വന്ന് നിൽക്കും. 36 കൊല്ലമായോട് താനി ക്ഷൗരം തുടങ്ങിയിട്ട് തന്നെ പോലെ എബിമാരെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ. ഞാനത് ചെയ്യില്ല സർ. വേറെ ആരെങ്കിലും വെച്ച് സാർ ഒരു ബറ്റാലിയൻ സായുധ പോലീസിനെ തന്നാൽ 23 അവേഴ്സിനകം ആ 2 തണ്ടുകളെയും തൊണ്ടി സഹിതം ഈ രുദ്രംപിള്ള കസ്റ്റഡിയിൽ എടുക്കും സാർ. തനിക്ക് ഒരു ബറ്റാലിയൻ പോലീസ് മാത്രമല്ല ആഭ്യന്തര വകുപ്പ് തനിക്ക് തീർച്ചയായി തരാം. വളരെ സന്തോഷം സാർ. ഇറങ്ങി പോടോ. സാറിന്റെ പ്രമോഷൻ. തന്റെ പ്രമോഷൻ തന്നെ ഞാൻ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അയ്യോ ഇനി പെൻഷൻ ആകാൻ 36 ദിവസം കൂടിയേ ഉള്ളൂ. അതിനു മുമ്പ് സാറിന്റെ പാല വലിക്കരുത്. ആ ഒരു മാസത്തിനുള്ളിൽ പ്രതികളെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ തന്റെ പെൻഷൻ പോലും ഞാൻ കട്ട് ചെയ്യും. അയ്യോ എന്റെ പെൻഷൻ കട്ട് ചെയ്യരുത്. കുഞ്ഞുകുട്ടി പരാതിക്കാരനായ ഒരു പാവം പോലീസുകാരനാണ് സാർ ഞാൻ. സാർ എന്നെ ചതിക്കരുത്. I say you get out. ഓ നല്ല ഇംഗ്ലീഷ്. നമസ്കാരം. രണ്ടോ പാർട്ടി ഓഫീസോ ഇവിടെ മാതിരി ഇടപാടൊന്നും വേണ്ട. നമ്മൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാതെ അവിടെ വന്നതന്നെ. വരൂ സർ. സാർ വേണം. ഈ പൂ നീർത്തോ. മിനിസ്റ്റർ വല്ലാതെ ക്ഷീണിച്ചു പോലോ. അതെങ്ങനെ ഈ കസാര നിലനിർത്താനുള്ള പെടാപ്പാടിനിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന ഒരു ഭരിക്കാൻ വരെ മറന്നോളൂ. ഞങ്ങൾ കോഴിക്കോട്ടുകാരാ. കോഴിക്കോട് മലപ്പുറം ഇപ്പൊ വലിയ വ്യത്യാസം ഉണ്ടോ? ഒത്തിരി ഉള്ളവരായിട്ട് ഓടിക്കുന്നുണ്ട്. എന്നെ വെറുതെ ഓടിക്കരുത്. കേട്ടിരുന്ന ഈ കുള്ളൻ എന്നെ അകത്തേക്ക് കടത്തി വിട്ടില്ല. എല്ലാം തല്ലി തേർത്ത് ഞാൻ ഓടി. പുറകെ ഇയാൾ ഓടി. പർമ്മത്തേക്ക് കയ്യറോ. ഇങ്ങോട്ട് മാറിക്കേ. അകത്തെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാ രുദ്രംപിള്ള. ഏത് രുദ്രംപിള്ള? അയ്യോ കണ്ടശങ്കടവ് സ്കൂളിൽ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രംപിള്ള. ഉച്ചക്കഞ്ഞി രുദ്രംപിള്ള. ഓ രുദ്രൻ. കഞ്ഞി രുദ്രൻ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായിപ്പോയി. അങ്ങനെ ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്. പെൻഷൻ പറ്റാ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞതാണ് ഒരു ക്ലാസ്സിനും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യൻ കിണർ കുഴിച്ച കഥയും ഈച്ച പൂച്ചായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു MLA എങ്കിലും ആവായിരുന്നു. എന്തേ അങ്ങത്തെ അന്ന് അതൊക്കെ ചെയ്യായിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ട് എന്ത് ഫലം? തോന്നിയ പോലെ ചെയ്യണം. അതാണ് പോളിടെക്നിക്. പോളിടെക്നിക്? അതേതോ രാഷ്ട്രീയം. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. ഞാൻ ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്കുക. ഇപ്പോഴാ പിടികിട്ടിയത്. എന്തിനു ഇവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ? അതങ്ങനെ ഇലക്ഷന് 2 വോട്ടിന് ജയിച്ച് മന്ത്രിയായ പിന്നെ അങ്ങനെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല. കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വലിയ കുഴപ്പമില്ല. എനിക്ക് ഒന്ന് പറയുന്നേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ ടയോട്ടാണ്. എന്താ? ഞാൻ ടയോട്ടാണ്. ഞാൻ ക്ഷീണിതനാണ്. ഓഹോ. അതെ ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്കൊരു മുറി കൊടുക്കും ഇവിടെ. ശരി സാർ. അതെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് പറയാനുണ്ട്. അതെ ഓഫീസിൽ പോയിട്ട് നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓടാണ് എന്റെ മുറി. വരൂ സാർ. എന്റെ മുറി ആ തരാം. വെയിറ്റ് ചെയ്യണം. മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോട്ട് വന്ന വല്ല പോലീസുകാരൻ വായിച്ചെന്ന് വെട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരനും കയറില്ലേ? എക്സ്ക്യൂസ് മീ. നമ്മളിവിടെ ഉള്ള കാര്യം ഏത് തെണ്ടിയോടോ ഇയാളോട് പറഞ്ഞു? നീയാണോ? മിസ്റ്റർ ഡാനിയൽ ഇപ്പോഴാ കിട്ടിയത്. ഇത് മിസ്റ്റർ ഭദ്രംപിള്ള. രുദ്രംപിള്ള. സോറി രുദ്രംപിള്ള. പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാർ ഒരു പോലീസുകാരനാണെന്ന്. 2 ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രംപിള്ള ആ ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അപ്പൊ പൽഗുണ അയാള് സമ്മതിച്ചു. അത് വേണോ സാറിന് ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയുമില്ല.
ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ, എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പം നേരം വെളുക്കും. അല്ല, സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. പിടിച്ചു. PT അച്ചുവോ? PT അല്ല, ആ. KP നായർ, ആ. സീ ഫുഡ് എക്സ്പോർട്ടറാ. ആ. ഞാൻ പാർട്ണറാ, ഡാനിയൽ MD. ഓ. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരനാ. അതെന്താ മിസ്റ്റർ രുദ്രപിള്ളേ? 2 കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് രുദ്രൻപിള്ള ഇവിടുന്ന് മടങ്ങും. സാഹചര്യം മൂലം ആ. അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ 2 ചെറുപ്പക്കാർ. അവർക്ക് മാപ്പ് കൊടുത്തൂടാ മിസ്റ്റർ രുദ്രപിള്ളേ? മാപ്പ് കൊടുക്കണോ? അല്ല രുദ്രപിള്ള മിസ്റ്റർ, ഇതിലും വലിയ എത്ര കേസുകൾ ഈ പോലീസുകാർ പണം വാങ്ങി തേച്ചു വച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രൊമോഷൻ പോയി പോട്ടെ, ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിയിട്ട് രക്ഷപ്പെട്ട അവന്മാരെ വെറുതെ വിടില്ല ഞാൻ. പഴങ്കാനോ അവന്മാരെ എന്റെ കയ്യിൽ കിട്ടിയാ ഞാൻ ഇത് ക്ഷമിക്കണം, ഞാൻ സ്വപ്പം മോഷണലായി പോയി. സാരമില്ല രുദ്രപിള്ള, യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ, പോയൊന്ന് കുളിക്ക്, ഒന്ന് ബസ്സായിട്ട് വരും. ചെല്ലിക്കോ, ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. നല്ല അസല് ചൂടുകളുണ്ട്, പോയി കുളിക്ക. എവിടെയാ കുളിമുറി? പോയിക്കോളൂ, ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി, ഞാൻ വകയ്ക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർമാർ രഹസ്യം പറഞ്ഞത്? I am a sincere man, police, no? പോയി കുളിച്ചോളൂ. 1 minute, 2 minutes. ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. പോയിക്കോളൂ, പോയി കുളിക്കൂ മിസ്റ്റർ രുദ്രപിള്ള. പ്ലീസ് ടേക്ക് യുവർ ബാത്ത്. ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളി ആയിരിക്കണേ.